നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിങ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സാണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. കാരണം നമ്മളൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഈ സെറ്റിങ്സ്. നിങ്ങളെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബിന് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാം സേവിങ് യുവർ യൂട്യൂബ് ഹിസ്റ്ററി എന്നുള്ള ഭാഗം. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ യൂട്യൂബിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നോ അതെല്ലാം ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്ത് നോക്കി നിങ്ങൾ യൂട്യൂബിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അവർക്ക് ആ സെർച്ച് ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്ത വീഡിയോ, നമുക്ക് കണ്ട വീഡിയോ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത യൂട്യൂബിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ടിക്കായിട്ട് കിടക്കുന്നുണ്ട്. ടിക്കായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളുടെ യൂട്യൂബ് നമ്മളുടെ ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും ഒരു ഓപ്ഷൻ. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് പൗസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ ഗോട്ട് ഇറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓഫായി കിടക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തു അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോ കണ്ടു എന്ന് ആർക്കും അന്വേഷിച്ചാൽ കാണാൻ സാധിക്കില്ല. അത് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ഓൺ ചെയ്യണം തോന്നുന്ന സമയത്ത് ഇതേ സ്ഥലത്ത് ഒന്ന് ഇവിടെ കാണുന്ന ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ കാണുന്ന ഭാഗത്ത് ടേൺ ഓൺ എന്നുള്ള ഒരു ഭാഗം കൂടി ക്ലിക്ക് ചെയ്ത് ഗോട്ട് ഇറ്റ് ക്ലിക്ക് ചെയ്താൽ നേരത്തെ കണ്ടതുപോലെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.